ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു ഓഫ് ഡേ ആയിരുന്നു. അപ്പം ഞങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന്. കാരണം ഡേ ടൈമിൽ നല്ല ചൂടാണ്, പുറത്തൊന്നും പോകാനേ പറ്റുകയില്ല. ഈവനിങ് ടൈമിലും രാത്രിയിലും ഒക്കെ പുറത്തിറങ്ങിയാലും നല്ല ചൂടാണ്. 50 ഡിഗ്രി ആകുമ്പോഴാണ് ഇവിടുത്തെ ഇപ്പോൾ ചൂട്. അപ്പോൾ പുറത്ത് പോകാമെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എങ്ങാനും ഒരു ഓഫ് ഡേ ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് പുറത്ത് പോകാൻ പറ്റുക. ചുമ്മാ ഒന്ന് വലിയ കാര്യമായ ഔട്ടിങ്ങൊന്നും അല്ല, ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് പുറത്ത് പോയി ചുറ്റിക്കറങ്ങുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഷോപ്പിംഗ്, വിൻഡോ ഷോപ്പിംഗ്, പ്ലസ് പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ മേടിച്ചാലും നമുക്കൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു. ആദ്യം ഞങ്ങളങ്ങനെ ലക്ഷ്യമൊന്നും ഇല്ലാത്തൊരു യാത്രയായിരുന്നു, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയാതെ. പിന്നെ ഞങ്ങൾ പകുതി വഴിയിലെത്തിയപ്പം നമുക്ക് കുവൈറ്റ് ടവറിൽ പോകാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞങ്ങൾ അവിടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഉള്ളിലൊന്നും കയറാനായിട്ട് ഉദ്ദേശമൊന്നുമില്ല. അവിടെ ഒരു ബീച്ച് സൈഡുണ്ട്, അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി ചുമ്മാ ഒരു റിലാക്സേഷൻ ആവുമല്ലോ, അങ്ങനെ വിചാരിച്ച് കുട്ടികളെയൊക്കെ ഒന്ന് കളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ എത്തിക്കഴിയുമ്പം കുട്ടികൾക്ക് നല്ല സന്തോഷമാവുമെന്ന് ഉറപ്പാണ്. ഈവൻ നമ്മുടെ മൈൻഡ് നല്ല റിഫ്രഷ്ഡ് ആവും. പിന്നെ ക്ലൈമറ്റ് നമ്മൾ അത്ര വകവയ്ക്കുന്നില്ല, അത്ര നല്ല ചൂടാണ് പുറത്ത്, നല്ല ചൂടാണ്. അത് ഈ നമ്മളിങ്ങനെ തീയിലൊക്കെ കൊണ്ടിടുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങിയാൽ. ഇനി ഇവിടെ വിൻ്റർ ആകുമ്പോൾ നല്ല രസമാണ്, കുറച്ചും കൂടി പുറത്തേക്കൊക്കെ പോകാനും കുറേ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ ഫാംസും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ സമ്മർ ടൈമിൽ അധികം ഒന്നും ഉണ്ടാവുകയില്ല. ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഏകദേശം ഓൾമോസ്റ്റ് അടുത്തെത്താറായിട്ടുണ്ട്. ആ കാണുന്നതാണ് കുവൈറ്റ് ടവർ. ഇവിടെ നമ്മളിങ്ങനെ ചുമ്മാ ഒരു ഔട്ടിങ്, ഒരു ദിവസം ഒരു ഓഫൊക്കെ കിട്ടുമ്പം ഒരു ഔട്ടിങ്ങൊക്കെ പോയാലാണ് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡ്യൂട്ടി, അതിൻ്റെ ഫ്രസ്ട്രേഷൻസ് അതൊക്കെ ആയിട്ട് നമ്മുടെ ആ ഒരു ദിവസം ഇപ്പോൾ ഓഫ് കിട്ടിയാൽ നമ്മൾ പുറത്തൊന്നും പോയില്ലെങ്കിൽ നമ്മൾ ആ ഒരു ദിവസം വെറുതെ വേസ്റ്റ് ആക്കുകയാണ്. ഇപ്പം നാട്ടിലെ പോലെ നമുക്കങ്ങനെ പുറത്തിറങ്ങി നടക്കാനോ അതിനുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു സ്ഥലമോ ഒന്നുമില്ല. ഈവൻ കുട്ടികൾക്കാണെങ്കിലും ഒന്ന് പുറത്തിറങ്ങി കളിക്കാനുള്ള സൗകര്യമില്ല, എല്ലാം ഫ്ലാറ്റിലാണല്ലോ. അപ്പം നമുക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പം അവർക്കൊരു മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവട്ടെ, റിഫ്രഷ്ഡ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളതിവിടെ എത്തി. പിന്നെ ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾ പോയപ്പോൾ ഇതിനുള്ളിലൊക്കെ കയറാൻ പറ്റും. അപ്പം നമ്മൾ അവിടെ കയറുന്നതിന് പ്രത്യേകം പേയ്മെൻറ്റൊക്കെ വേണം. നമ്മൾ ഇന്ന് എന്തായാലും അങ്ങോട്ടുള്ളിലൊന്നും കയറുന്നില്ല, ചുമ്മാ ഒന്ന് ബീച്ച് സൈഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നമ്മൾ ബീച്ചിലേക്കാണെന്നൊന്നും ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് നമ്മളിവിടെയായിട്ട് വന്നത് തന്നെ. അപ്പം പ്രത്യേകിച്ച് വേറെ ചെപ്പലോ കുട്ടികൾക്കൊന്ന് ഓടിക്കളിക്കാനായിട്ട് വേറെ ഒന്നും ഒരു എക്സ്ട്രാ ഡ്രസ്സൊന്നും കരുതിയില്ലായിരുന്നു. ഇവിടെ എത്തിയപ്പം ഹീറോയ് കുട്ടന് അവിടെ പോയി കളിക്കണം, ഉള്ളിൽ മണ്ണിൽ കളിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് വാശി പിടിക്കാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇറക്കാൻ കുറച്ച് മടിച്ചു. കാരണം വെച്ചാൽ അവന് എക്സീമയുടെ കുറച്ച് പ്രോബ്ലമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ മണ്ണിലൊക്കെ ഇറക്കി കളിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ ചൊറിച്ചിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കരയും. എന്നാൽ വേണ്ടാന്ന് വിചാരിച്ചു. പക്ഷേ അവന് ഇറങ്ങണം, മറ്റു കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടപ്പോൾ കുഞ്ഞിന് ഇച്ചിരി വാശി. അപ്പം അങ്ങനെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചു. അപ്പം അവനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്, എന്നെ ഇറക്കിയില്ലെങ്കിൽ അത് ചെയ്യൂന്നൊക്കെ പറയാണ്. അപ്പയും ഇളയ കുട്ടിയും കൂടെ മുന്നോട്ട് നടക്കുകയാണ്. ഞാൻ ഇവൻ്റെ പുറകെ ഇങ്ങനെ അവനെ സോപ്പിട്ട് കൊണ്ടുവരാൻ വേണ്ടി നോക്കി. നമ്മൾ വാശി പിടിച്ചിരിക്കുക. ഇതാണ് എൻ്റെ രണ്ടാമത്തെ കുട്ടി, കെയിൻ ബേബി. ഇങ്ങനെ പുറത്തേക്കൊക്കെ വന്നപ്പോൾ ആകെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചുകൊണ്ട് വന്നതാണ്. അത് കാരണം കെയിൻ ബേബി ആകെ കുറച്ച് ഡള്ളായിട്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ ബീച്ചിലൊക്കെ കുറച്ച് നേരം കുട്ടികളെ കളിപ്പിച്ച് കഴിഞ്ഞ്
ഞങ്ങൾ റീൽസൊക്കെ എടുക്കാൻ ട്രൈ ചെയ്തു, പക്ഷേ അതൊന്നും സക്സസ്ഫുൾ ആയില്ല. ആക്ച്വലി നമ്മൾ ബേബീൻ്റെ പുറകെയൊക്കെ നടന്ന് നമ്മൾ അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ രാത്രിയായി തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയപ്പം പിന്നെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. അന്നേരം ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസ് കണ്ടു. ഇവിടെ ഫഹേലിൽ ഒരു ഫയർ ചിക്കൻ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ പോയി നല്ല ഹോട്ട് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എക്സൈറ്റഡ് ആണ് അവിടെ പോയി കഴിക്കാൻ. പുള്ളിയുടെ ഫുഡിനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു കുറച്ച് നേരമായിട്ട് ഇരിക്കുന്നവർ നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടാകാൻ പോകുമ്പോഴത്തേക്കും ഹീറോയാണ് ടയേർഡാണ് കളിച്ച് കളിച്ച്.